നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സിനിമാ ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത ചില ബന്ധങ്ങൾ എനിക്കുണ്ടായിരുന്നു. പല പ്രേക്ഷകരും എന്നോട് ആവശ്യപ്പെട്ടു അവരെക്കുറിച്ചൊക്കെ പറയണമെന്നും ചിലരുടെ പേരുകളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ എപ്പിസോഡ് അങ്ങനെയുള്ള ചില ബന്ധങ്ങളെക്കുറിച്ചായിക്കോട്ടെ. സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച സംവിധായകൻ ഫാസലിന് തന്റെ അടുത്ത 1-2 സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് കടക്കാൻ വേണ്ടി ചില സ്നേഹിതന്മാരുമായിട്ട് ചേർന്ന് പ്ലാൻ ചെയ്ത ഒരു പടമായിരുന്നു നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്നുള്ള സിനിമ. ആ സിനിമ എടുക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ അന്ന് ആദ്യമായി കൂടിയ ആളായിരുന്നു ഔസേപ്പച്ചൻ വാളക്കുഴിയും മറ്റും. അന്നത്തെ കാലത്ത് ഒരു സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ, അത് ഷൂട്ടിംഗ് നടക്കണമെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പിന്നിലുണ്ടാവണം. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടറെ കൊണ്ട് മാത്രമേ ആ സിനിമ ഫിനിഷ് ചെയ്യിക്കാനും പറ്റുള്ളൂ, തിയേറ്ററിൽ എത്തിക്കാനും പറ്റുള്ളൂ. അത് പ്രകാരം ഈ പുതുമുഖങ്ങളെ വെച്ചുള്ള പുതുമുഖ നായികയും നായകനെയൊക്കെ വെച്ച് പ്ലാൻ ചെയ്ത ഈ പടത്തിന്റെ കഥയുമായി ഫാസിലും ഔസേപ്പച്ചനും ഒക്കെ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പോയി കാണുകയുണ്ടായി. ഗാന്ധിമതി ബാലൻ, സെൻട്രൽ പിക്ചേഴ്സ്, സെഞ്ചുറി, അങ്ങനെ പലരെയും സമീപിച്ചു. അവരെല്ലാം കഥ കേട്ടു. പക്ഷെ ആ കഥയില് കഥാപാത്രങ്ങളെല്ലാം പുതിയ ആളുകളും പുതിയ പുതിയ രീതികളുമായതുകൊണ്ട് വേറെ ഫൈറ്റോ ഡാൻസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഒരു തണുപ്പൻ രീതിയിൽ അവരൊക്കെ എല്ലാം ഫീൽ ചെയ്തു എന്നുള്ളതാണ് സത്യം. അവരൊക്കെ ആ പടം കൈയൊഴിയുകയാണ് ഉണ്ടായത്. നോക്കത്താ ദൂരത്തിന്റെ കഥ ഇവരൊക്കെ കേട്ടത് വലിയൊരു മടുപ്പോടെയായിരുന്നു. അതിൽ ഗാന്ധിമതി ബാലൻ കഥ കേട്ട് പകുതിക്ക് വെച്ച് ഉറങ്ങിപ്പോയ കാര്യം പോലും ഔസേപ്പച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഫാസിലുമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ ഫാസിൽ എന്നോട് പറഞ്ഞു, എടാ ഒരു കഥയൊന്ന് കേൾക്കാമോ എന്ന് ചോദിച്ചു. കേൾക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളിരുന്ന് എന്നോട് ഈ നോക്കത്താ ദൂരത്തിന്റെ കഥ മുഴുവൻ അദ്ദേഹം പറഞ്ഞു. അതിമനോഹരമായിട്ട് കഥകൾ നറേറ്റ് ചെയ്ത് പറയാൻ ഫാസിലിനുള്ള കഴിവ് അപാരം തന്നെ. അദ്ദേഹം കഥ പറയുമ്പോൾ നമ്മളൊരു സിനിമ കാണുന്ന ഫീലിംഗ് നമുക്കുണ്ടാവും. ആ ഗേളിപ്പെണ്ണ് വരുന്നതും അവരുടെ വല്യമ്മയെ പറ്റിയും മറ്റ് കഥാപാത്രങ്ങളെ പറ്റിയും എല്ലാം വിശദമായിട്ട് പറഞ്ഞു. കഥ പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് കഥയെന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിമനോഹരമായിരിക്കുന്നു ഈ കഥ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ചുപേർ ആലോചിച്ചിട്ട് പറഞ്ഞു, എടാ ഇതിന്റെ ബിസിനസ് രീതികളൊന്നും എനിക്കറിയില്ല സിനിമയുടെ. അദ്ദേഹത്തിന് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. വേറെ കമ്പനികളുടെ പടമല്ലേ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ഞാൻ ഇതൊക്കെ ബിസിനസ്സിലൊക്കെ ഇടപെടുന്ന ഒരാളാണെന്നും പുള്ളിക്കറിയാം. നിനക്ക് ഇതൊക്കെ ആയിട്ട് കുറച്ച് ബന്ധങ്ങളുണ്ടല്ലോ, ഇതൊന്ന് ബിസിനസ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അതിനെന്താ, ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾ തുടങ്ങിക്കോ, ഒരു വിഷയമില്ല, നിങ്ങൾ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അന്ന് കൊല്ലത്ത് തിരുവങ്ങട മുതലാളിയിൽ എനിക്ക് ഒരുപാട് സ്വാധീനമുണ്ടായിരുന്നു. എൻ്റെ പടങ്ങളൊക്കെ അദ്ദേഹമാണ് ഫൈനാൻസ് ചെയ്തിരുന്നതും എടുത്തിരുന്നതൊക്കെ. അപ്പോൾ ഞാനുമായിട്ട് നല്ല സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ മുതലാളി എടുത്ത് പറഞ്ഞ് അത് കറക്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് പ്രതീക്ഷിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞ് എന്നോട് വിളിച്ച് ചോദിച്ചു, എന്തായി, അത് സംസാരിച്ചോ എന്ന് ചോദിച്ചു. സത്യത്തിൽ ഞാൻ അപ്പോൾ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഫാസിലിനോട് പറഞ്ഞു, എൻ്റെ ധൈര്യത്തിൽ ഞാൻ പറഞ്ഞു, എല്ലാം സംസാരിച്ചു, അതൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. സത്യത്തിൽ തിരുവങ്ങട മുതലാളിയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞാൽ അദ്ദേഹം എടുക്കുമെന്നുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഫാസിലിനോട് അങ്ങനെ പറഞ്ഞത്. കൂടാതെ ഞാൻ പറഞ്ഞു, ഉടനെ തന്നെ നിങ്ങളെ മീറ്റ് ചെയ്യിച്ച് അത് ശരിയാക്കി തരാം എന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞു. പക്ഷെ അതിനുശേഷമായിരുന്നു ഞാൻ തിരുവങ്ങട മുതലാളിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ ഈ വിഷയം പറഞ്ഞത്. ഞാൻ പറയും, മുതലാളി ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഫാസിലിന്റെ ഒരു പടമാണ്, നമുക്കത് എടുക്കാം. അത് നല്ലൊരു കഥയാണ്, ഞാൻ കേട്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നി. ചെറിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളു, അന്ന് മോഹൻലാലൊക്കെ കയറി വരുന്നേ ഉള്ളു, മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. തിരുവങ്കട മുതലാളി ഇരിക്കുന്ന ടേബിളിൽ 2 ലാൻഡ് ഫോണുകളുണ്ട്. ഒരു ഫോൺ എൻ്റെ കയ്യിൽ എടുത്ത് തന്നിട്ട് ചെവിയിൽ വെക്കാൻ പറഞ്ഞു. ഞാൻ ചെവിയിൽ വെച്ചു. അദ്ദേഹം മറ്റേ ഫോണിൽ കൂടി കോഴിക്കോടുള്ള മുരളി ഫിലിംസ് മാധവൻ നായരെ വിളിക്കുന്നു. അദ്ദേഹം വലിയ ഡിസ്ട്രിബ്യൂട്ടറാണ്. തിരുവങ്കടം മുതലാളി കോഴിക്കോടുള്ള മുരളി ഫിലിംസിലെ മാധവൻ നായരെ വിളിക്കുന്നു. ഒരു ഫോൺ എൻ്റെ ചെവിയിലുമുണ്ട്. അപ്പോൾ മാധവൻ നായരോട് പറയുന്നു, നമ്മുടെ അഷ്റഫ് വന്നിട്ടുണ്ട്. അഷ്റഫ് പറയുന്നു, ഫാസിലിന്റെ ഒരു സിനിമ ഡിസ്ട്രിബ്യൂഷൻ എടുക്കണമെന്നാണ് അഷ്റഫ് പറയുന്നത് എന്ന് മുതലാളി പറയുമ്പോൾ അവിടെ നിന്ന് ഉടൻ തന്നെ മറുപടി വന്നു, അയ്യോ എന്റെ മുതലാളി അതൊന്നും കയറി എടുത്തേക്കല്ലേ, ഫാസിലിന്റെ പടം ഒന്നും ഇപ്പോൾ ഓടത്തില്ല, അതൊന്നും ശരിയാവത്തില്ല. ആ കാലത്ത് ഈ അടിയിടി പടങ്ങള് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ക്രോസ് ബെൽറ്റ് മണിയുടെ ഏതൊരു പടം ഓടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് നല്ല കളക്ഷൻ ഉണ്ട്, നല്ല ഇത് വരുന്നുണ്ടെന്നൊക്കെ മുരളി ഫിലിംസ് മാധവൻ നായർ പറയുന്നത് എനിക്കും കേൾക്കാമായിരുന്നു ഈ ഫോണിലൂടെ. അങ്ങനെ സംസാരിച്ച് ഫോൺ വെച്ചു. മുതലാളി എൻ്റെ മുഖത്ത് നോക്കി എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലിരുന്നു. ഞാനാണെങ്കിൽ ഫാസലിന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്, അത് ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ ആണെന്ന്, റെഡിയാണെന്നും പറഞ്ഞ് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. ഞാൻ പക്ഷേ മുതലാളിയോട് പറഞ്ഞു, മുതലാളി ധൈര്യമായിട്ട് എടുക്കണം അത്, ആ പടം, ഞാൻ എത്ര ഉറപ്പ് പറയുന്നു ആ പടം, അതിനെന്തെങ്കിലും ദോഷം വന്നാൽ നമുക്കത് പരിഹരിക്കാനുള്ള പണിയും ഞാൻ ഫാസലിനെ കൊണ്ട് ചെയ്യിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. കുറെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മുതലാളി അങ്ങ് വഴങ്ങി. അങ്ങനെ മുതലാളി ഫാസലിനെ മീറ്റ് ചെയ്യാമെന്നുള്ളത് സമ്മതിക്കുകയും അതിന്റെ ദിവസം തീരുമാനിക്കുകയും ചെയ്തിരുന്നു.
പിന്നീട് ആലപ്പുഴയിൽ നിന്നും ഞാനും ഫാസിലും ഔസേപ്പച്ചനും കൂടെ കൊല്ലത്ത് വന്ന് മുതലാളിയെ കാണുകയുണ്ടായി. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം മുതലാളി ഫാസലിനെയും ഔസേപ്പച്ചനെയും എന്നെയും കൂട്ടി ഷാ ഇന്റർനാഷണൽ ഹോട്ടലിൽ കൊണ്ടുപോയി അവിടുന്ന് ഭക്ഷണമൊക്കെ വാങ്ങിത്തന്നാണ് ഇതിൻ്റെ ചർച്ച ആരംഭിച്ചത്. അങ്ങനെ അദ്ദേഹം കഥയൊന്നും ചോദിച്ചില്ല, കാര്യങ്ങളൊക്കെ ചോദിച്ചു. എങ്ങനെ തീർക്കും, എത്ര രൂപയ്ക്ക് തീർക്കും. അന്ന് കൊടുത്ത ലിസ്റ്റ് പ്രകാരം, ഡിസ്ട്രിബ്യൂഷൻ ലിസ്റ്റ് പ്രകാരം മോഹൻലാല്, മമ്മൂട്ടി, റഹ്മാൻ, അങ്ങനെ കുറെ പേരുടെ പേരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടാകുമെന്ന് ഫാസിൽ ഉറപ്പും പറഞ്ഞിരുന്നു. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ സൈൻ ചെയ്ത് അഡ്വാൻസ് വാങ്ങി ഷൂട്ടിങ്ങും ആരംഭിച്ചു. ഷൂട്ടിങ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ പറയുന്നു, അത് മമ്മൂട്ടിക്ക് ഡേറ്റ് ഇല്ല, വരാനുള്ള ഡേറ്റ് ശരിയാവില്ല. ആ മമ്മൂട്ടിക്ക് വെച്ചിരുന്ന അതേ റോളാണ് പിന്നീട് ഫാസിൽ അഭിനയിച്ചത്. പിന്നീട് മോഹൻലാലിനും എന്തോ ഡേറ്റിന്റെ ക്ലാഷ് വന്നു ആ സമയത്ത്. അപ്പോൾ പറഞ്ഞില്ല, മോഹൻലാലിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ഇനി കട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇത്രയും ലിസ്റ്റ് കൊടുത്തവരുടെ കൂട്ടത്തിൽ ആ പേര് ആരും ഇല്ലാതെ വരരുത്. ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെന്റിലുള്ള പേരുകളിൽ കുറവ് വരാൻ പാടില്ല. കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേറെ വർക്കൊക്കെ തീർത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധി മരിക്കുന്നൊക്കെ സമയത്താണ് ഇതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ദിവസം ഷൂട്ടിംഗ് നിർത്തിവെച്ചു. ഈ സിനിമയിലാണ് ആദ്യമായിട്ട് സിദ്ദീഖ് ലാലും വന്ന് ജോയിൻ ചെയ്യുന്നത്. ഈ സിനിമയുടെ ചർച്ച നടക്കുമ്പോഴാണ് സിദ്ദീഖ് ലാല് ഫാസലിന്റെ അസിസ്റ്റന്റ് ആവാൻ അവസരം ചോദിച്ച് അവിടെ എത്തുന്നത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവർ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ സിനിമയിലൂടെയാണ് അവർ ആദ്യമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത്. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടെന്ന സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കുന്നത് പുതുമുഖ നായികയായ നദിയ മൊയ്തുവാണ്. കൂടാതെ ഒരു മുത്തശ്ശിയുടെ ക്യാരക്ടറിന് വേണ്ടി അഭിനയമൊക്കെ നിർത്തി അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരുന്ന പത്മിനിയെ അവിടെ നിന്നും അമേരിക്കയിൽ നിന്നും വിളിച്ചു വരുത്തിയിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ഈ നദിയ മൊയ്തുവിനെ കണ്ടെടുത്തത് അന്നത്തെ കാലത്ത് ഈ കല്യാണത്തിന്റെ വീഡിയോ കാസറ്റുകൾ വരും. എല്ലാ വീടുകളിലും ആ കാസറ്റ് എന്ന് ബന്ധുക്കളെല്ലാം കാണുന്ന പതിവുണ്ട്. ബോംബെയിൽ നടന്ന ഒരു കല്യാണ കാസറ്റിൽ നദിയ മൊയ്തു ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ സ്മാർട്ട്നെസ് കണ്ട് ആ കാസറ്റ് കണ്ടിട്ടാണ് ഈ കുട്ടിയെ സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിൽ മദ്രാസിലുള്ള മുരുകാലയ സ്റ്റുഡിയോയുടെ ഒരു പ്രൊഡക്ഷന് നായികയെ തപ്പി നടക്കുകയായിരുന്നു. ഫാസലിന്റെ പടത്തിൽ പുതിയ ഒരു നായികയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞ് അവർ ആലപ്പുഴയ്ക്ക് വരികയാണ് നദിയ മൊയ്തുവിനെ കാണാൻ വേണ്ടി. അപ്പൊ ഞാൻ കൊണ്ടുപോയി, അന്ന് നമ്പ്യാർ സാർ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, അദ്ദേഹത്തിനെയും കൊണ്ടാണ് വന്നത്. ഷൂട്ടിംഗ് സ്ഥലത്ത് വന്ന് കുറെ നേരം നിന്ന് നദിയ മൊയ്തുവിനെ നോക്കി. നദിയ മൊയ്തുവിന്റെ ഷൂട്ടിംഗ് ഒക്കെ കുറെ നേരം കണ്ടു, അവരെയൊക്കെ പരിചയപ്പെടുത്തി. അദ്ദേഹം പോവാൻ നേരത്ത് പറഞ്ഞു, ഈ കുട്ടി ശരിയല്ല, ഈ കുട്ടി ശരിയാവുന്നില്ല, അതിന്റെ പല്ലിങ്ങനെ പൊങ്ങിയിരിക്കുന്നു, പല്ലിങ്ങനെ ഉണ്ട്, എന്റെ മുഖം ചിരിക്കുമ്പോൾ ശരിയാവുന്നില്ല എന്നൊക്കെ പറയും കുറെ തെങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് പോവുകയുണ്ടായത്. അപ്പോൾ അത് കൊല്ലത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ അറിഞ്ഞു, ഇങ്ങനെ മുരുകാലയക്കാർക്ക് നായികയെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ പടം ഡിസ്ട്രിബ്യൂഷൻ മുതലാളി സെറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടയത്തുള്ള ഡിന്നി ഫിലിംസിലാണ്. ഡിന്നി ഫിലിംസിലെ മാത്യു എന്നെ വിളിക്കുന്നു, അത് നമ്പ്യാർ സാറൊക്കെ പറയുന്നത് നായിക പോരാ എന്നാണല്ലോ പറയുന്നത് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറയില്ല, ഈ കൊമേഴ്സ്യൽ പടങ്ങൾ വെച്ചല്ലേ, സെക്സി ലുക്കൊന്നും ഇല്ലാത്തായിരിക്കും, അതുകൊണ്ടായിരിക്കും പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. അപ്പോൾ അങ്ങനെ പടത്തിന്റെ ഷൂട്ടിങ് കഴിഞ്ഞു. മദ്രാസിൽ ബാക്കി വർക്കുകളൊക്കെ നടക്കുകയാണ്. ഒരിക്കൽ ഞാൻ മദ്രാസിൽ ആർക്കെ ലോഡ്ജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഫാസിൽ എന്നെ വിളിക്കുന്നു, എടാ പടം കോപ്പി ആയിട്ടുണ്ട്, ലാബിൽ പടം റെഡിയാണ്, ഞാൻ അവിടെ വിളിച്ച് പറയാം, നീ ഒന്ന് പോയി ആ പടം ഒറ്റയ്ക്കിരുന്നൊന്ന് കാണണം, അതിന്റെ എൻഡിൽ എന്തോ കാർഡ് എഴുതി കാണിക്കുന്നുണ്ട്, അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ നിനക്ക് വേണ്ടാന്ന് തോന്നി അത് കട്ട് ചെയ്ത് കളഞ്ഞേരെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു നിരാശ പോലെയാണ് സംസാരിച്ചതെന്ന്. അപ്പോൾ ഞാൻ പറയാം, ഞാൻ പോയി കാണാമെന്ന് പറഞ്ഞു. ഒരു സമയം ഫിക്സ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ കൺട്രോളറിൽ എത്തിക്കുക വണ്ടിയായിട്ട് വരുന്നു, എന്നെ കൊണ്ടുപോയി ആ പടം ഞാൻ പൂർണ്ണമായിട്ടിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കാണുന്നു. കണ്ട ശേഷം ഞാൻ തിരിച്ച് ഫാസിലിനെ വിളിക്കുന്നു. ഞാൻ പറയുന്നു, എനിക്ക് കണ്ടിട്ട് അതിമനോഹരമായിട്ട് തോന്നി, ഒരു കുറ്റവും കുറവും അതിൽ തോന്നിയില്ല, പിന്നെ ലാസ്റ്റത്തെ കാർഡൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത്, എടാ ഞാൻ ആകെ നിരാശയിലായിരുന്നു, ആകെ പ്രശ്നമാണ്, എനിക്കതിങ്ങോട്ട് ഒരു തൃപ്തിയായിട്ടില്ല, ഡിസ്ട്രിബ്യൂഷൻ സൈഡിലും എന്തൊക്കെയോ സൈഡിലും അതിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. പുള്ളിക്ക് ഒരു നിരാശ മൊത്തത്തിലുണ്ടായിരുന്നു. അങ്ങനെ പടത്തിന്റെ റിലീസ് ഫിക്സ് ചെയ്യുന്നു. തിയേറ്റർ റിലീസിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഫസ്റ്റ് കോപ്പി ആകുന്ന ആദ്യത്തെ പ്രിന്റ് സെൻസർ എല്ലാം കഴിഞ്ഞിട്ട് അത് കൊല്ലത്തേക്ക് കൊണ്ടുവന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കാണാൻ. അങ്ങനെ തിരുവങ്കടം മുതലാളി അദ്ദേഹത്തിന്റെ ഫാമിലിയുമായി ചേർന്ന് അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം തിയേറ്ററായ കൊല്ലത്തെ കൃഷ്ണ തിയേറ്ററിൽ രാത്രി ഈ പടം ഇട്ട് കണ്ടു. അവരുടെ ഫാമിലി മൊത്തം ഇരുന്ന് കാണുകയാണ് പടം. അപ്പൊ കണ്ടു കഴിഞ്ഞിട്ട് രാവിലെ എന്നെ തിരുവങ്കടം മുതലാളി വിളിക്കുന്നു, അത് പടം ഓടത്തില്ല, ഈ പടം ഓടത്തില്ല, അത് ഉറപ്പാന്ന് പറയും. ഞാൻ പറയും, എന്ത് പറ്റി മുതലാളി, എന്താ പ്രശ്നം? അതിൽ ആഡിയോ ഫൈറ്റോ കാര്യങ്ങളോ ഡാൻസോ ഒന്നുമില്ല, വെറുതെ ഒരു കുറച്ച് കഥ, ഇങ്ങനെ ഒരു പെണ്ണ് വരുന്നു പോകുന്നു. ഞാൻ പറയാം, ആരാ പറഞ്ഞു ഇത് ഓടത്തില്ലെന്ന്? അല്ല, അതെല്ലാവരും കണ്ടവരെല്ലാം പറഞ്ഞു ഓടത്തില്ല, പടം നല്ല പടമാണ്, പടത്തിന് ആരും കുറ്റം പറയുന്നില്ല, പക്ഷെ പടം ഓടത്തില്ല, അത് ഉറപ്പാണ്, B&C ഒന്നും പോകത്തേ ഇല്ല ഈ പടം എന്ന് മുതലാളി പറയുന്നു. അപ്പോ ഞാൻ ആകെ സ്റ്റണ്ടായിട്ട് ഫോണിൽ കൂടെ സംസാരിക്കുന്നത്. അപ്പോൾ എന്നോട് അടുത്ത ചോദിച്ചു, നമുക്ക് ലോസ് വന്നാൽ ആ പൈസയൊക്കെ ഫാസിൽ തരുമല്ലോ എന്ന് എടുത്തു ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അതിനുള്ള വഴിയൊക്കെ ഉണ്ടാക്കാം മുതലാളി എന്ന് പറയുന്നു. അങ്ങനെ ഞാനും ആകെ നിരാശനായി. എന്റെ കാൽക്കുലേഷനൊക്കെ തെറ്റുമോ എന്നുള്ളൊരു ചിന്ത എന്നിലും വന്നു. പക്ഷേ എല്ലാവരും ഈ പടത്തിനെ എഴുതി തള്ളിയപ്പോൾ
ഞാനൊന്ന് പകച്ചുപോയെങ്കിലും എൻ്റെ മനസ്സിന്റെ കോണിൽ എവിടെയോ കിടപ്പുണ്ടായിരുന്നു, ഈ പടം വിജയിക്കുമെന്നുള്ള ഒരു ഉൾവിളി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പടത്തിന്റെ റിലീസ് ഫിക്സ് ചെയ്യുന്നു, പടം റിലീസ് ചെയ്യുന്നു. ആലപ്പുഴ പങ്കജ് തിയേറ്ററിലാണ് ആദ്യത്തെ ദിവസം റിലീസ് ചെയ്തത്. അതിന്റെ നിർമ്മാതാവിൽ ഒരാളായ ഔസേപ്പച്ചൻ തിയേറ്ററിൽ കയറി. ആദ്യത്തെ ദിവസം തിയേറ്ററിനകത്ത് ഏതാണ്ട് 10-12 പേരേ ഉള്ളൂ ആകെ കാണാൻ. ബാൽക്കണിയിൽ ഔസേപ്പച്ചൻ ഇരിക്കുന്നു. പടം കഴിയുന്നു. ഔസേപ്പച്ചൻ കാശെല്ലാം പോയി, തന്റെ പണമെല്ലാം നഷ്ടപ്പെട്ടു, ആരുമില്ല തിയേറ്റർ മുഴുവൻ കാലി. ഈ 10-12 പേരങ്ങ് ഇറങ്ങിയും പോയി കഴിഞ്ഞപ്പം ഔസേപ്പച്ചൻ തിയേറ്ററിൽ തല കറങ്ങി വീഴുന്നു. തന്റെ പ്രതീക്ഷകളും എല്ലാം പൊലിഞ്ഞു പോയി എന്ന് വിചാരിച്ച്, തന്റെ പണമെല്ലാം പോയെന്ന് വിചാരിച്ച് ആ ടെൻഷനിലാണ് അദ്ദേഹം തലകറങ്ങി വീണത്. ഉടനെ ആളുകളെല്ലാം കൂടെ ഓടി വന്ന് പിടിച്ചു, സോഡയൊക്കെ കൊണ്ടുവന്ന് മുഖത്ത് പൊട്ടിച്ചൊഴിച്ചു. അങ്ങനെയാണ് ഔസേപ്പച്ചൻ ഉണർന്നത്. പക്ഷേ മാറ്റിനി കഴിഞ്ഞ് ഈ കണ്ട 10-12 പേര് വെളിയിൽ പോയി പറഞ്ഞിട്ടായിരിക്കും അടുത്ത ഷോയ്ക്ക് അതിന്റെ 2 ഇരട്ടി ആളുകൾ വന്നു. ഷോ കഴിഞ്ഞ് സെക്കൻഡ് ഷോ ആയപ്പോൾ ഏകദേശം 3/4 ആളായി. പിറ്റേ ദിവസം തൊട്ട് തിയേറ്ററിന്റെ പരിസരത്ത് അടുക്കാൻ വയ്യാത്ത ആളായി. പടം സൂപ്പർ ഡൂപ്പർ ബമ്പർ ഹിറ്റായിട്ട് അങ്ങ് മാറുകയാണ്. അതിലെ പാട്ടുകളെല്ലാം ഭയങ്കര ഹിറ്റായിട്ട് മാറുന്നു. ഇതിന്റെ 100ാം ദിവസം തിരുവനന്തപുരം ധന്യ തിയേറ്ററിലെ 100ാം ദിവസം ആഘോഷിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ആഭ്യന്തരമന്ത്രി വയലാർ രവിയായിരുന്നു അവിടുത്തെ മുഖ്യാതിഥി. അങ്ങനെ എന്തുകൊണ്ടും വലിയൊരു ആഘോഷമായി മാറുന്ന ഒരു ചിത്രമായിരുന്നു നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടെന്നുള്ള സിനിമ. അതുപോലെ തന്നെ അത് തമിഴിലെടുത്തപ്പോൾ പൂവേ പൂച്ചൂടവ എന്ന തമിഴ് ചിത്രം, നോക്കത്താ ദൂരത്തിന്റെ റീമേക്ക് തമിഴ്നാടിനെയും ഇളക്കി മറിച്ചു. ഞാൻ മദ്രാസിൽ ആ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ആളുകൾ പറഞ്ഞിട്ട് പോകുന്നു, പാരടാ മലയാളത്താൻ ഡയറക്ടറടാ, പാര് പടം പോയി പാരടാ എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നു അവിടെ മൊത്തം സംസാരം. ഒരു മലയാളിയായ സംവിധായകൻ ചെയ്തു വെച്ചിരിക്കുന്നത് പോയി കാണടാ എന്നാണ് അവിടെ തമിഴന്മാർ പറയുന്നത്. ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ എൻ്റെ കൈകളിലൂടെ കടന്നുപോയ ആ സിനിമ മലയാളത്തിലെ ഒരു ചരിത്ര വിജയമായി മാറാൻ സാധിച്ചതിൽ എനിക്കും അഭിമാനം തോന്നി. പഴയ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ നിങ്ങളുമായിട്ട് എൻ്റെ അനുഭവം പങ്കുവെച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ ശരിക്കും നടന്ന യാഥാർത്ഥ്യങ്ങളാണ്. വീണ്ടും അടുത്ത ചില കഥകളുമായി ഞാൻ എത്താം. അതുവരെ നന്ദി, നമസ്കാരം.